ഒരു ബാങ്കിന്റെ കയ്യിൽ മുഴുവൻ 20,000 രൂപയുണ്ടെന്ന് കരുതുക. മുഴുവൻ അവരുടെ കയ്യിലുള്ള എല്ലാ പണവും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 20,000 രൂപ ഉണ്ടെന്ന് കരുതുക. ഞാൻ ഈ ചെറിയ നമ്പർ എടുക്കുന്നത് നമുക്ക് മനസ്സിലാവാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആ ബാങ്കിൽ ചെന്ന് ഒരു 1000 രൂപ ലോൺ എടുക്കുന്നു. എൻ്റെ അക്കൗണ്ടിൽ 1000 രൂപ വന്നതിന് ശേഷം ബാങ്കിന്റെ കയ്യിൽ ബാക്കി എത്ര രൂപ ഉണ്ടായിരിക്കും? സിമ്പിൾ ചോദ്യമാണ്. 19,000 രൂപയാണോ? ബാങ്കിന്റെ കയ്യിൽ ബാക്കി 19,000 രൂപയാണ് എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വന്ന ഉത്തരമെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അങ്ങനെയല്ല. ഞാൻ ആ ബാങ്കിൽ ചെന്ന് ഒരു 1000 രൂപയുടെ ലോൺ എടുക്കുന്ന സമയത്ത് ഈ ബാങ്ക് പുതിയതായിട്ട് ഒരു 1000 രൂപ ക്രിയേറ്റ് ചെയ്താണ് എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തരുന്നത്. ആ ബാങ്കിൽ ഇരിക്കുന്ന പണം ഒന്നുമല്ല എനിക്ക് അവരെടുത്ത് തരുന്നത്. ഇൻഫാക്ട് നമ്മുടെ ഇന്ത്യ എന്ന് വേണ്ട, ലോകത്തിലുള്ള ഏത് രാജ്യം എടുത്താലും വേണ്ട, നമുക്ക് ഇന്ത്യ തന്നെ എടുക്കാം. ഇന്ത്യയിലെ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുന്ന പണം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ 3% മാത്രമാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പ്രിന്റ് ചെയ്തിരിക്കുന്ന പണം. ബാക്കി 97% പണവും ബാങ്കുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത പണമാണ്. നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിൽ ഇങ്ങനെ വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള പല കാര്യങ്ങളും ഇനി മുന്നോട്ട് നമുക്ക് പല വീഡിയോസിലായിട്ട് കാണാം. ഇതൊക്കെ അറിയാനും കാണാനും താല്പര്യമുണ്ട് എങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.